ഗാനമേളയാണോ അതോ ഒറഞ്ഞുതുള്ളലിന്റെ വല്ല ലൈവ് ഷോ ആണോ നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും പരിപാടി കാണാൻ എത്തിയവർക്ക് അല്ലെങ്കിൽ എന്ന ഒരു കാട്ടിക്കൂട്ടലാണെന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കലയെന്ന് പറയുമ്പോൾ ഒരു ഗ്രേസ് ഉണ്ടാവണം, ഒരു മാന്യത ഉണ്ടാവണം. ഇവിടെ അതൊക്കെ ഒന്ന് മിസ്സിംഗ് ആണെന്ന് തോന്നുന്നില്ലേ? സ്റ്റേജ് എന്നത് എല്ലാവർക്കും മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിന്ന് എന്ത് കാണിക്കുകയാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പൊ സ്റ്റേജിൽ കയറി എന്ത് കാണിച്ചാലും എന്ത് കാട്ടിക്കൂട്ടിയാലും കാണാൻ ആളുണ്ട് എന്ന തോന്നലാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പണ്ടത്തെ ഗാനമേള നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പണ്ട് കാലങ്ങളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഗാനമേള എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ കുടുംബത്തോടെ പോകും കാണാനായിട്ട്. നല്ല രസമായിരിക്കും, വല്ലാത്തൊരു ഫീലാണ്. സ്റ്റേജൊക്കെ കെട്ടി നല്ല ലൈറ്റും ഒക്കെ ഇട്ട് ഒരു സൈഡിൽ പുരുഷന്മാരും ഒരു സൈഡിൽ സ്ത്രീകളുമായിട്ടിരിക്കും. ഈ ഗാനമേളയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലരൊക്കെ നൃത്തം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ ഒരുക്കിയിട്ടുണ്ടാവും, കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വേണം ആൾക്കാർ നൃത്തം ചെയ്യാനായിട്ട്. കാരണം വഴക്കും പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗാനമേള സ്ഥലത്ത് അടിയും പിടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് സംഘാടകർ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരുക്കി വെക്കാറുണ്ട്. അപ്പം ഗാനമേള എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെയാണ് ഓടിയെത്തുന്നത്. പക്ഷേ ഇന്നത്തെ ഇപ്പോൾ ഏത് പ്രോഗ്രാം ആണെങ്കിലും അതൊക്കെ വേറൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. പണ്ടത്തതിൽ നിന്നും ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു. പണ്ടൊക്കെ ഗാനമേളയല്ല, ഇനിയിപ്പോൾ എന്തുവാണെങ്കിലും നമ്മൾ ആസ്വദിച്ച് ഇരുന്ന് കണ്ടുപോകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഈ കുട്ടി കാണിച്ച പോലെ ഓരോ കോപ്രായങ്ങളാണ്, കാട്ടിക്കൂട്ടലുകളാണ്. കാരണം എന്ത് കാണിച്ചാലും ജനം അംഗീകരിക്കും എന്ന തോന്നലുകളാണ്. നമുക്ക് സംശയം തോന്നിപ്പോവുകയാണ്, ഇത് ശരിക്കും പ്രോഗ്രാം ആണോ അതോ വൈറലാകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കാട്ടിക്കൂട്ടലാണോ, വൈറലാകാൻ വേണ്ടിയിട്ട് നടത്തിയതാണോ? അങ്ങനെ തോന്നിപ്പോവുകയാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. കലയെ നമ്മളിങ്ങനെ താഴ്ചയിലേക്ക് എത്തിക്കണോ? ഈ കലയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ്. ഈ ഗാനമേള എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള പാട്ട്, അതിന് ഈ ഒറഞ്ഞുതുള്ളലൊന്നും വേണ്ട. ഇപ്പൊ സ്റ്റേജിൽ കയറിയിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങളും ഒറഞ്ഞുതുള്ളലും ഒക്കെ കാണിച്ചാലേ കാണികൾക്ക് രസമുണ്ടാവുള്ളൂ എന്ന് തോന്നൽ വേണ്ട. നിങ്ങൾ നല്ല രീതിയിൽ പാട്ട് പാടുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ തന്നെ കാണികൾ ഉന്മേഷരായിക്കൊള്ളും. നല്ല രീതിയിൽ ആ പാട്ട് പാടുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കാണികൾ അത് ഏറ്റെടുക്കും. ഈ പറയുന്ന ഹരം, ഈ പറയുന്ന ഡാൻസ് ഇത് കാണികളുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാവേണ്ടത്. ഇപ്പം നമ്മൾ ഒരു സ്റ്റേജിൽ പാട്ട് കേട്ടുകൊണ്ട് നിൽക്കണേ, നമ്മൾ അറിയാതെ തുള്ളിപ്പോകുന്നു പറയത്തില്ലേ? കാരണം നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു മുഹൂർത്തം നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ എന്തോ ഒരു ഇത് നമ്മളിലേക്ക് വരും. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിരിക്കുക, എന്താണ് കാണുന്നത് ആ സ്റ്റേജിൽ? ആ കൊച്ചെന്താ കാണുന്നത്? ഞാൻ ആദ്യം ഇത് കണ്ടപ്പോഴത്തേക്കും ഞാനൊരു ഷോക്കായിപ്പോയി. മുടിയെല്ലാം അഴിച്ചിട്ട് ഇതെന്തുവാ കാണിക്കുന്നത്, എന്തോ കാണിക്കുന്നതെന്ന് പോലും നമ്മളിങ്ങനെ ഷോക്കായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതൊരു ഗാനമേളയായിട്ടോ അല്ലെങ്കിൽ ഒരു പാട്ടായിട്ടോ ഒന്നും നമുക്ക് തോന്നിയില്ല. നമ്മൾ ആ കൊച്ചിൻ്റെ കോപ്രായം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണോ ഇപ്പോഴത്തെ ഗാനമേളകൾ? ഇപ്പം നമ്മൾ ഏതൊരു പ്രോഗ്രാമും പെട്ടെന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ കോമാളിത്തരങ്ങൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഗാനമേള എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് മാത്രമല്ല, ഒരുമിച്ച് സന്തോഷം പങ്കിടുന്ന ഒരു വേദി കൂടി. ശബ്ദത്തിനും ഹൃദയത്തിനും ഒരേപോലെ സ്പർശിക്കുന്ന ഒരു മാജിക് പ്ലേസ് ആണ്. നല്ല ഒരു ഗാനമേളയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ ലയിച്ച് മതിമറന്ന് നമ്മൾ ആസ്വദിച്ച് നിന്ന് പോകും. നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരിടത്ത് ഗാനമേള കാണാൻ പോവുകയുണ്ടായി. ഗാനമേള കാണാൻ പോയപ്പോഴത്തേക്ക് ഗാനമേള എന്ന് കേട്ടപ്പോൾ ഒരുപാട് വർഷമായി ഗാനമേളയൊക്കെ കണ്ടിട്ടും. അപ്പോൾ നാട്ടിലായതുകൊണ്ട് തന്നെ ഗാനമേള വന്നപ്പോഴത്തേക്ക് ഗാനമേള കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാത്രി ഗാനമേള കാണാൻ പോയി. അവിടെ ചെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നില്ല. ഒരു 2 പാട്ടൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് അത്ര രസം ഉണ്ടായിരുന്നില്ല. കാണാനാണേലും കേൾക്കാനാണേലും ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള ഒറഞ്ഞുതുള്ളൽ കാണാനല്ലല്ലോ പോകുന്നത്. നമ്മൾ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല പാട്ട് കേൾക്കാൻ, നല്ല പാട്ടും നല്ല പെർഫോമൻസും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ കേട്ടിരുന്നു പോകും. അത് തീരുന്നിടം വരെ അയ്യോ കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ നമ്മളിരുന്നു പോകും. പക്ഷേ ഇന്ന് അതല്ല സംഭവം. ഇന്ന് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ന്യൂജൻ പിള്ളേരുടെ കാര്യം അങ്ങനെയൊന്നുമില്ല. ന്യൂജൻ പിള്ളേർക്ക് എന്ത് കിട്ടിയാലും മതി. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മളെപ്പോലെ കലയെ ഇഷ്ടപ്പെടുന്നവർ, പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ, ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്. നമ്മളത് കാണാതെ തന്നെ തിരിച്ചു പോകും. ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് കേട്ടോ. കാണാൻ പോയിട്ട് കാണാതെ തന്നെ തിരിച്ചു പോകുന്ന ആ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ ഈ ഒരു കോപ്രായം കണ്ടപ്പോൾ എനിക്കും അതേ ഫീലാണ് ഉണ്ടായത്. കാരണം ഇത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ന്യൂജൻ പിള്ളേർ മാത്രമല്ലല്ലോ കാണേണ്ടത്, എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ? കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്, ഗാനമേള, നാടകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാവരുമായിട്ട് നമ്മുടെ പ്രായമായ അമ്മമാർ, മുത്തശ്ശിമാർ, അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് ഇഷ്ടപ്പെടണം, അവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റണം, ആ ഒരു രീതിയിൽ വേണ്ട. പക്ഷേ ഇന്നതൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഇന്ന് ന്യൂജൻ പിള്ളേർക്ക് ഉറഞ്ഞു തുള്ളാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാം, അത്രയും ഗാനമേളയായിട്ടോ കലയായിട്ടോ ഒന്നും തോന്നത്തില്ല. കാരണം ഇപ്പോൾ കാണാനേ പോകുകയില്ല. കാരണം ചെന്ന് കഴിഞ്ഞാൽ ഈ വക കോപ്രായങ്ങളാണല്ലോ കാണേണ്ടത്. അപ്പം നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ കലാരൂപം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഗാനമേളകളാണെങ്കിലും നൃത്തരൂപങ്ങളാണെങ്കിലും കൈകൊട്ടിക്കളിയാണെങ്കിലും ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതൊക്കെ ഇന്ന് പുതിയ രൂപത്തിലേക്കും പുതിയ ഭാവത്തിലേക്കും മാറ്റിയിരിക്കുകയാണ്. നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരുവിധ കോപ്രായങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല വിഷമമുണ്ട്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കലകൾ തന്നെ അന്യം നിന്ന് പോകുന്ന കാഴ്ചയാണ് വേദനയോടെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയുടെ അടിയിൽ കമൻസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇതാണോ ഗാനമേള, ഇത് കോപ്രായങ്ങളാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, കലയെ കൊല്ലുകയാണ്, അങ്ങനെ പല പല രീതിയിലുള്ള ആൾക്കാരുടെ വിമർശനങ്ങൾ കണ്ട് അപ്പോൾ എനിക്കും ഇതൊന്ന് വിമർശിക്കണം, ഇതൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.